നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ചൈനീസ് നിർമ്മിത ഇലക്ട്രിക് വാഹനങ്ങൾക്കും ചൈനീസ് സ്റ്റീലിനും കാനഡ ഉയർന്ന താരിഫ് ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നതായി പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. ചൈനീസ് നിർമ്മിത ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 100% താരിഫും ചൈനീസ് സ്റ്റീലിനും അലുമിനിയത്തിനും 25% താരിഫും അവതരിപ്പിക്കും. കാനഡയിൽ EV നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാനാണ് ഇത് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭവന പ്രതിസന്ധിക്ക് പുത്തൻ ബദൽ മാർഗങ്ങളുമായി ട്രൂഡോ സർക്കാർ 56 ഫെഡറൽ പ്രോപ്പർട്ടികളിൽ താങ്ങാവുന്ന നിരക്കിലുള്ള ഭവന നിർമ്മാണത്തിനായി 5 പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സിനെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. ഹാലിഫാക്സിൽ 3 ദിവസത്തെ ലിബറൽ ക്യാബിനറ്റ് റിട്രീറ്റിന് മുന്നോടിയായി ഹൗസിംഗ് മന്ത്രി ഷോൺ ഫ്രേസർ ഈ പദ്ധതിയെപ്പറ്റി മാധ്യമങ്ങളോട് വിവരിച്ചു. 56 പ്രോപ്പർട്ടികളിൽ ഏകദേശം 2000 ഹോക്കി റിങ്കുകൾ തുല്യമായ 305 ഹെക്ടർ ഭൂമിയുണ്ടെന്ന് ഭവന വകുപ്പിന്റെ പ്രസ്താവനയിൽ പറയുന്നു. 2,80,000 ഭവന യൂണിറ്റുകൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായ ഫെഡറൽ റിയൽ എസ്റ്റേറ്റ് ഭൂമിയാണ് പദ്ധതിക്കായി വിട്ടുനൽകുകയെന്നും മന്ത്രി അറിയിച്ചു. സമരഭീതിയൊഴിഞ്ഞ് റെയിൽ ഗതാഗതം സമ്പൂർണമായി പുനഃസ്ഥാപിക്കപ്പെട്ടു. ഏറെ ആശങ്കയോടെ കണ്ട വലിയ സമരം ഒഴിഞ്ഞ ആശ്വാസത്തിലാണ് ഫെഡറൽ സർക്കാരും പൊതുജനങ്ങളും. കനേഡിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രതിദിനം $341 മില്യൺ വരെ നഷ്ടമുണ്ടാക്കുമായിരുന്ന പണിമുടക്കിനെ നേരിടാൻ ഫെഡറൽ സർക്കാർ ഇടപെടൽ ഉണ്ടായത് യോജിച്ച സമയത്താണെന്ന വാദം ശക്തമാക്കിക്കൊണ്ട് തിങ്കളാഴ്ചയോടെ റെയിൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു. ഹാമിൽട്ടൺ ഫെസ്റ്റിവലിൽ തോക്കുമായി എത്തിയ ഒരാൾ പിടിയിൽ. കൈത്തോക്കും ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളുമായി ഹാമിൽട്ടൺ ഫെസ്റ്റിവലിനെത്തിയ 23-കാരനെയാണ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. സ്ഫോടനം നടത്തുക എന്ന ഉദ്ദേശത്തോടെ എത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്യുക വഴി വലിയ വിപത്താണ് ഒഴിഞ്ഞുപോയതെന്ന് ഹാമിൽട്ടൺ പോലീസ് അറിയിച്ചു. പ്രതിയുടെ കൂട്ടാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കിയതായും പോലീസ് അറിയിച്ചു. ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് രേഖകൾ പുറത്തുവിടുമെന്ന് അമേരിക്കൻ ജനതയ്ക്ക് ഉറപ്പു നൽകി ഡൊണാൾഡ് ട്രംപ്. മുൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് JFKയുടെ അനന്തരവൻ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. വൈറ്റ് ഹൌസിലേക്കുള്ള മത്സരത്തിൽ RFK ജൂനിയർ എന്നറിയപ്പെടുന്ന റോബർട്ട് F കെന്നഡി ജൂനിയർ ട്രംപിന്റെ എതിരാളിയായിരുന്നു. പ്രസിഡന്റ് സ്ഥാനം കൈക്കലാക്കാൻ സ്വന്തം പാർട്ടിക്കാരിൽ നിന്നു തന്നെ ഒരാൾ കൊടുത്ത കൊട്ടേഷനായിരുന്നു കെന്നഡി വധമെന്ന വാദവും ട്രംപ് നേരത്തെ ഉയർത്തിയിരുന്നു. സിനിമാ മേഖലയിലെ ലൈംഗികാരോപണങ്ങൾ സംബന്ധിച്ച കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നതിനിടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്ക് ഭീഷണി. മർദ്ദിക്കുമെന്നും കൊല്ലുമെന്നും ഭീഷണിയുണ്ട്. WCCക്ക് ഒപ്പം നിന്നാൽ ഉപദ്രവിക്കുമെന്നും ഭീഷണി സന്ദേശത്തിലുണ്ടായിരുന്നു. ഇതു സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ആടുജീവിതം സിനിമയിലെ ക്രൂരനായ കഫീലിനെ അവതരിപ്പിച്ച നടന് സൗദി വിലക്കേർപ്പെടുത്തി. ദുഷ്ടനായ സൗദി സ്പോൺസറെ ചിത്രീകരിച്ചതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്ന് സൗദി അറേബ്യൻ സർക്കാർ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒമാനി നടൻ തലീബ് അൽബലൂഷിയെ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയതായി റിപ്പോർട്ട്. സൗദിയിൽ ചിത്രം റിലീസ് ചെയ്തതിന് പിന്നാലെ സൗദി സ്പോൺസറുടെ സ്വഭാവം സൗദി പൗരന്മാരെ മോശമാക്കി ചിത്രീകരിച്ചെന്ന് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.